ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ നിയമം പാസാക്കിയത് എന്ന്? എ 2005 ജൂൺ 15, ബി 2005 ഒക്ടോബർ 12, സി 2005 ജൂലൈ 4. ആൻസർ എ 2005 ജൂൺ 15. 2005 ദേശീയ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്നാണ്? എ 2006 ജൂൺ 10, ബി 2005 ഒക്ടോബർ 12, സി 2005 ജൂലൈ 4. ആൻസർ ബി 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? എ ഇന്ത്യ, ബി സ്വീഡൻ, സി ജർമ്മനി. ആൻസർ ബി സ്വീഡൻ. ഇന്ത്യയിൽ ദേശീയ വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? എ ബി വാജ്പേയി, ബി നരേന്ദ്രമോദി, സി മൻമോഹൻ സിംഗ്. ആൻസർ സി മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകർന്ന വനിത ആരായിരുന്നു? എ ദീപക് സന്ധു, ബി സുഷമ സിംഗ്, സി അരുണ റോയ്. ആൻസർ സി അരുണ റോയ്. തന്നിരിക്കുന്നതിൽ ഏത് സംഘടനയാണ് വിവരാവകാശ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്? എ ഇന്ത്യൻ സിവിൽ ലിബർട്ടി അസോസിയേഷൻ, ബി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, സി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. ആൻസർ ബി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? എ കേരളം, ബി തമിഴ്നാട്, സി കർണാടക. ആൻസർ ബി തമിഴ്നാട്. തന്നിരിക്കുന്നതിൽ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? എ CIC ഭവൻ ന്യൂഡൽഹി, ബി സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി, സി ഫരീദ് കോട്ട് ഹൗസ് ന്യൂഡൽഹി. ആൻസർ എ CIC ഭവൻ ന്യൂഡൽഹി. വിവരാവകാശ നിയമത്തിൽ 12 മുതൽ 14 വരെയുള്ള സെക്ഷനിൽ പ്രതിപാദിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? എ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെക്കുറിച്ച്, ബി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെക്കുറിച്ച്, സി അപ്പീലുകൾ, പിഴ എന്നിവയെക്കുറിച്ച്. ആൻസർ ബി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെക്കുറിച്ച്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കൂടാതെ 10 കമ്മീഷണർ വരെയാകാം. 2. വിവരാവകാശ കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്നു. എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷനാരാണ്? എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി ഉപരാഷ്ട്രപതി. ആൻസർ ബി ആണ് പ്രധാനമന്ത്രി. തന്നിരിക്കുന്നതിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? എ രാജ്യസഭാ ഉപാധ്യക്ഷൻ, ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ആൻസർ എ ആണ് രാജ്യസഭാ ഉപാധ്യക്ഷൻ. കേന്ദ്ര വിവരാവകാശ മുഖ്യ കമ്മീഷണർ, മറ്റംഗങ്ങൾ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി ഉപരാഷ്ട്രപതി. ആൻസർ എ ആണ് രാഷ്ട്രപതി. തന്നിരിക്കുന്നതിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റു കമ്മീഷണർമാർ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? എ രാഷ്ട്രപതി, ബി പാർലമെൻറ്റ്, സി സുപ്രീം കോടതി. ആൻസർ എ രാഷ്ട്രപതി.